അടുത്ത പോയിന്റിലേക്ക് പോകുന്നത് മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി തന്നെ പറയുന്നത് അല്ലെങ്കിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ളതാണ്. അതായത് സ്ത്രീ ശക്തി അല്ലെങ്കിൽ നാരീ ശക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത്, അത് വോട്ടർമാരിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അധികാരത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നതിൻ്റെ ഡേറ്റകൾ ആണ് ഇലക്ഷൻ ചാനൽ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ആ ഡേറ്റകൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ മുദ്രാവാക്യം എത്രത്തോളം പ്രസക്തമാണ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മനു. അതെ, ഇതിൽ നമുക്ക് അറിയാം അഭിലാഷ്, ഇതിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ തൃശ്ശൂർ പരിപാടി എന്നത് ഒരുപക്ഷെ കേരളത്തിൽ അതിനിപ്പോൾ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിതെളിക്കുമെന്നൊന്നും നമുക്കിപ്പോൾ കണക്കെടുക്കുന്നില്ല. പക്ഷേ രാജ്യമെമ്പാടുമുള്ള ഒരു മൂഡിന് ഇതൊരു ബൂസ്റ്ററായിരിക്കും. എന്ന് വെച്ചാൽ രാജ്യമെമ്പാട് സ്ത്രീകളുടെ ഒരു വലിയ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു എന്ന് BJPയുടെ ഒരു ക്യാമ്പയിന് കേരളത്തിൽ ഇപ്പോൾ 2 ലക്ഷത്തോളം സ്ത്രീകൾ പ്രധാനമന്ത്രിയെ കാണാനെത്തുകയും അത് റോഡ് ഷോയിലും മറ്റും ഒക്കെ അതിൻ്റെ ഭാഗമായി നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു രാജ്യത്തിന് തന്നെ അതിൻ്റെ വാർത്തകൾ വരുന്നു എന്നത്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ഇങ്ങനെ കുറെ കൂടി സ്ത്രീകൾക്ക് അനുകൂലമായി ഒരു നീക്കം നടക്കുന്നു എന്നതൊക്കെ, അതായത് കേരളം BJPക്ക് പിടികൊടുക്കാത്ത ഒരിടത്ത് പോലും ഇതുപോലെ ഒരു വലിയ സ്ത്രീ ശക്തിയുടെ ഒരു പ്രകടനം നടത്താൻ തനിക്ക് കഴിയുന്നു എന്നത് ഒരു മാറ്റം ആയി അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയും. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്കറിയാലോ, ഇപ്പോൾ ഇന്ത്യയിൽ ഈ സ്ത്രീകളുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1900 ശേഷമാണ് വരുന്നത്. സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ പല സാംസ്കാരിക പ്രശ്നങ്ങൾ കൊണ്ട്, ഒരു കാലത്ത് നമുക്ക് റാണി ലക്ഷ്മിബായി ഉണ്ട്, അല്ലെങ്കിൽ മുൻനിര പോരാളികളായ പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനികളായ സ്ത്രീകളൊക്കെ പല ഘട്ടങ്ങളിലുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ശാക്തീകരണം എന്ന നിലയിൽ ഭാരത് സ്ത്രീ മഹാമണ്ഡൽ ആദ്യം ഘട്ടത്തിൽ നമ്മൾ രൂപീകരിക്കുന്നത്, പിന്നീട് അതിനുശേഷം ഓൾ ഇന്ത്യ വിമൻസ് കോൺഗ്രസ് ഈ മാർഗരറ്റ് കൗസൻ രൂപീകരിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ ഈ സ്ത്രീകളുടെ പിന്നെ മാരിറ്റൽ ബെനിഫിറ്റ്സ്, അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇതൊക്കെ പിന്നെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കും സ്ത്രീകൾ എന്ന നിലയിൽ അവർ നേരിടുന്ന വിഷയങ്ങളൊക്കെ പതുക്കെ ഉയർന്നു വരാം. പിന്നീട് നമുക്ക് 70കളിലെ ചിപ്കോ മൂവ്മെൻറ്റിലൊക്കെ സ്ത്രീകളുടെ വലിയ പിന്നെ ഇത് പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 1987 ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്ന ഒരു കാലത്ത് അന്ന് ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഈ ഇന്ത്യയിൽ സതി പ്രഥ എന്ന് പറയുന്ന സതി വീണ്ടും അനുഷ്ഠിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. അന്ന് രൂപ് കൻവാർ എന്നൊരു സ്ത്രീ, അവർ 8 മാസം കല്യാണം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞതും അവരുടെ ഭർത്താവ് മരിച്ചു. അങ്ങനെ ഈ 18 വയസ്സായ ഈ പെൺകുട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എടുത്ത് ചാടുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ മാൽസിംഗ് ഷെഖാവത്ത് ഇവരുടെ ഭർത്താവിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യത്ത് ഈ സതി എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നിരോധിച്ചിട്ടും അത് വീണ്ടും തുടരുന്നു എന്ന ആശങ്ക രാജ്യമെമ്പാടും ഇങ്ങനെ ആളിപ്പടരുന്നൊരു കാലമായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് 1987 എന്ന് പറയുന്നത്, അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ ഒരു 30 വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ സാഹചര്യങ്ങൾ വല്ലാതെ മാറുന്നു. നമ്മൾ കുറെ കൂടി ഇത്തരം കാര്യങ്ങളെ ഇപ്പോൾ ഒരു നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ മാച്ചു കളഞ്ഞ പല ദുരാചാരങ്ങളും പിന്നെ 87 നിലനിൽക്കുന്നു എന്ന ഒരു നടുക്കത്തോടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ, പക്ഷെ അവിടെ നിന്ന് കുറെ കൂടി കരുത്തിട്ട് ഇപ്പം നമ്മുടെ ഈ ബഹിരാകാശ പദ്ധതികളിൽ പലതിലും നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള സ്ത്രീകളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോൾ അത് ഇന്ത്യ വലിയ മാറ്റത്തിന് വിധേയമാകുന്നു എന്നതാണ് ഈ രാഷ്ട്രീയം. തീർച്ചയായും രാജാറാം മോഹൻ റായയുടെ കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ട ഒന്നായിരുന്നു സതിയെങ്കിൽ അത് 87 കാലഘട്ടത്തിൽ പോലും ആവർത്തിച്ച ഇന്ത്യ ആണ് നമ്മുടേത്. പക്ഷേ അത്തരം സംഭവങ്ങൾ ഒറ്റപ്പെട്ടതായിരുന്നു. അതോടൊപ്പം തന്നെ പ്രേക്ഷകരോട് എടുത്തു പറയേണ്ടതുണ്ട്, തീർച്ചയായും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലഘട്ടം ഇന്ത്യയെ ഭരിച്ചത് കോൺഗ്രസ് തന്നെയാണ്. ആ കോൺഗ്രസ് സ്ത്രീകൾക്ക് വലിയ പരിഗണന നൽകുകയും സ്ത്രീകളെ അടക്കം ഉയർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്, ഇന്ദിരാഗാന്ധിയെ പോലെയുള്ളവർ അല്ലെങ്കിൽ പ്രതിഭ പാട്ടീലിനെ പോലെയൊക്കെയുള്ള ആളുകൾ രാജ്യത്തെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ BJP 2014 അധികാരത്തിൽ ഏറിയതിനു ശേഷം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരം പദ്ധതികൾ